കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറേ പാരന്റ്സ് either എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ പറയണുണ്ടാവും. മക്കളെ ഇഷ്ടംപോലെ ഫീൽഡ്സ് നിങ്ങൾ അത് അന്വേഷിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവും. അതെ ആ ഒരു സബ്ജക്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടത്തോടെ പ്രാക്ടീസ് കുറയുന്നൊന്നും തോന്നിയില്ല. പക്ഷേ നല്ല കാര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് എത്രയോ ഇപ്പം നമ്മൾ ഇതിലൊക്കെ കാണില്ലേ ടി വി പ്രോഗ്രാമിൽ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ അവർ ശരിക്കും റെക്കോർഡ് കേട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ അന്നത്തെ കാലം പോലെ അല്ല അതിനൊക്കെ നല്ല സ്റ്റേജിൽ പ്രോഗ്രാം കിട്ടാനും അതിനൊക്കെ കഴിവില്ല. അതുകൊണ്ട് നല്ലതാണ് ഞാൻ പറയുന്നത്. പണ്ടത്തെ പണ്ട് ഒരു ഏതെങ്കിലും ഒരു ടീച്ചറോ ആരുടെ അവരുടെ അടുത്ത് മാത്രം പഠിച്ച് അങ്ങനെ ഇപ്പോൾ അതല്ലാതെ ഇതിനൊക്കെ നമുക്ക് ഉയരത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിനുള്ള വലിയ കാര്യങ്ങളുണ്ട്. അത് വളരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. കാലത്ത് പാട്ടുകൾ പാടുമ്പോൾ കരോക്കെ ഇല്ലെങ്കിൽ കൂടി എത്രയോ മനോഹരമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കാൻ പറ്റും. പണ്ടത്തെ പാട്ടുകൾക്ക് അങ്ങനത്തെ ശൈലിയുള്ളത്. ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഫുൾ ബീറ്റ്സും ബീജിയും ഒക്കെ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ മിസ്സിന് എന്താ തോന്നുന്നത്? ഇവരുടെ ഇഷ്ടമാണ് മോളെ. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ കരോക്കെ ഒന്നുമില്ല. അങ്ങനെ പഠിച്ചിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം കരോക്കേനേക്കാളും അത് പ്രായത്തില്ല ആദ്യം പാടുന്ന പണ്ടത്തെ പാട്ടുകളാണ് ഇപ്പോഴത്തെ പാട്ടിൽ പ്രാക്ടീസ് കുറയുന്നൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു ഏതെങ്കിലും ഒരു ടീച്ചറോ ടെക്നോളജി ചേഞ്ച് ഒക്കെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്ത ചേഞ്ചസ് മ്യൂസിക് എന്ന ഒരു വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ പണ്ടത്തെ കാലത്ത് നമുക്ക് ഒന്നും ഇല്ല ടീച്ചർ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കൂടുതൽ. ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബ് ഉണ്ട്. അതുപോലെ ടെക്നോളജി ആയിട്ട് അവർ വളർന്നു ഇതിലാക്കിയിട്ട് പിന്നെ അന്നത്തെ കാലം പോലെ അല്ല അതിനൊക്കെ നല്ല സ്റ്റേജിൽ പ്രോഗ്രാം കിട്ടാനും അതിനൊക്കെ കഴിവില്ല. അതുകൊണ്ട് നല്ലതാണ് ഞാൻ പറയുന്നത്. പണ്ടത്തെ പണ്ട് ഒരു ഏതെങ്കിലും ഒരു ടീച്ചറോ ആരുടെ അവരുടെ അടുത്ത് മാത്രം പഠിച്ച് അങ്ങനെ ഇപ്പോൾ അതല്ലാതെ ഇതിനൊക്കെ നമുക്ക് ഉയരത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിനുള്ള വലിയ കാര്യങ്ങളുണ്ട്. അത് വളരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. ആദ്യം പാടുന്ന പണ്ടത്തെ പാട്ടുകളാണ് ഇപ്പോഴത്തെ പാട്ടിൽ വളരെ ഇഷ്ടം. പഴയ സിനിമ So before I was passing from here, there was radio. അപ്പൊ എന്താണ് ചേച്ചിക്ക് ഇപ്പം കൗൺസിലോട് വന്ന കുറെ കാര്യങ്ങൾക്ക് ശേഷം അതുപോലെ സംഗീതമൊക്കെ പഠിച്ച് അപ്പോൾ ഈ ജേർണി ഇപ്പോൾ ചേച്ചി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാം. So ഞാനിപ്പം ബിടെക് കഴിഞ്ഞു. I took my BTech from NIT Calicut. I specialized in EEE, Electrical and Electronics Engineering. So next week I am going to Pune for my masters in Defense Institute. So അതിന്റെ മുന്നേ obviously ഞാൻ as I said ഈ ടീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ്സ് നമ്മൾ എപ്പോഴും വേണമല്ലോ. ഫസ്റ്റ് പ്രിഫറൻസ് ദൈവത്തിന് കൊടുത്തെങ്കിൽ നമ്മൾ ഗുരുക്കന്മാർക്ക് കൊടുക്കണം. അപ്പം എന്തായാലും ടീച്ചേഴ്സ് നമ്മുടെ പാരന്റ്സ് നമ്മൾ ഇവിടെ അസ്ലോകത്തിൽ തന്നെ ഉണ്ട് ടീച്ചേഴ്സ് പാരന്റ്സ് ആൻഡ് ഗോഡ് നമ്മൾ ഇവരെ റെസ്പെക്ട് ചെയ്യണം. അത് എൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ മോട്ടീവ് അതാണ്. അവർക്ക് ആ ഒരു വാല്യൂ കൊടുക്കാനുള്ളത്. അതിനനുസരിച്ച് ഞാൻ ഈവൻ ബിഫോർ ബിടെക്കിന് പോകുന്ന മുന്നേ ഞാൻ ഇവിടെ ടീച്ചേഴ്സിന് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങാൻ വന്നായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് ആയിരുന്നു. സോ I was 2020 പാസ് ഔട്ട്. അൺഫോർച്ചുനേറ്റ്ലി I was 2020 പാസ് ഔട്ട്. സോ ആ ടൈമിൽ എനിക്ക് പക്ഷേ ഐ ആം ഹാപ്പി ദാറ്റ് എനിക്ക് അറിയുന്ന കുറച്ച് ടീച്ചേഴ്സിനെ കാണാൻ പറ്റി. ഇനി ടീച്ചേഴ്സിനെ കാണാനുണ്ട്. റേഡിയോ റൂം ഉണ്ടായിരുന്നില്ല. റേഡിയോ ഉണ്ടായിരുന്നു പക്ഷേ ഈ അതെ അതെ சொல்லி என்னிவல்வாய் அது தெரிந்தும் கூட அன்பில் மனமதேதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும் சில சமயம் நிலையாட்டாய் உன்னாடிக்கொள்கே நான் மீண்டும் வசீகரா என் நெஞ்சனிலா உன் பொன்மடியில் தூங்கியால் போதும் அதே கணம் என் கண்ணுறங்க உன் ஜென்மங்களில் ஏக்கங்கள் தீரும் நான் വീസിപ്പതും ശ്വാസിപ്പതും നല്ല ഫീലുള്ള പാട്ടാണ് സംഗീതം